जब एक लड़की स्कूल इसलिए नहीं जाती है कि स्कूल में पानी नहीं है, पैड नहीं है या प्राइवेसी नहीं है। ഇന്ത്യൻ പാർലമെന്റിൽ വലിയ വിവാദമായി മാറിയ ഒരു സംഭവം രാഘവ് ചാദ, ഒരു യുവ MP, അദ്ദേഹത്തെ രാജ്യസഭയിൽ നിന്ന് 120 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പക്ഷേ എന്താണ് അദ്ദേഹം ചെയ്തത്? എന്തുകൊണ്ടാണ് ഇത്തരമൊരു വലിയ നടപടി? പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഇത്ര വൈറലായത്? രാഘവ് ചാദ ആ ആദ്മി പാർട്ടിയുടെ യുവ നേതാവ്, ഡൽഹിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഫിനാൻസ് എക്സ്പേർട്ട്, പിന്നീട് രാജ്യസഭ MP ആയി മാറി. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ പാർലമെന്റിൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദ്യം ചെയ്യുന്നതാണ്. ഇപ്പോൾ പ്രധാന വിഷയം രാഘവ് ചാദയെ 120 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. അതെന്തിനാണ്? ഒരു പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുമ്പോൾ അവരുടെ സമ്മതമില്ലാതെ ചില MP-മാരുടെ പേരുകൾ ചേർത്തുവന്ന ആരോപണം ഉയർന്നു. ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ പ്രിവിലേജ് കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. ഇതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് രാഷ്ട്രീയ പ്രതികാരമാണ് എന്നാണ് രാഘവ് ചാദ പറഞ്ഞത്. രാഘവ് ചാദ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം വൈറലാവാനുള്ള കാരണം എന്താണ്? അത് വേറൊന്നുമല്ല, സാധാരണ ജനങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ അത് രാജ്യസഭയിൽ ഉന്നയിച്ചു എന്നതാണ്. അദ്ദേഹം ഉന്നയിച്ച കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാ സർക്കാർ ജോലികൾക്കും പരീക്ഷ നിർബന്ധമാണെങ്കിൽ ഒരു നാടിനെ ഭരിക്കാൻ പോകുന്ന ഒരു നേതാവിനെ എന്തുകൊണ്ട് ഒരു പരീക്ഷയില്ല? ഒരു ബലാത്സംഗി കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഇരയുടെ പ്രായം നോക്കാറില്ല. ശിക്ഷ വിധിക്കുമ്പോൾ പിന്നെ എന്തിന് കുറ്റവാളിയുടെ പ്രായം പരിഗണിക്കണം? ഫ്രൂട്ട് ജ്യൂസ് എന്ന പേരിൽ പഞ്ചസാര വെള്ളം വിൽക്കുന്നു. കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ രോഗികളാകുന്നു. ഇതിനെ തടയാൻ രാജ്യത്ത് സംവിധാനങ്ങളില്ല. വാഹനങ്ങൾക്ക് ഇതിനകം തന്നെ GST, റോഡ് നികുതിയുണ്ട്. ഇന്ധനത്തിന് ഒന്നിലധികം നികുതികളും സെസ്സുകളുമുണ്ട്. പിന്നെ എന്തിനാണ് പൗരന്മാർ വീണ്ടും ടോൾ നൽകുന്നത്? റീചാർജ് ചെയ്തില്ല എങ്കിൽ ഔട്ട് ഗോയിങ് കോളുകൾ നിർത്തലാക്കുന്നത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഇൻകമിംഗ് കോളുകൾ തടയുന്നത് തെറ്റാണ്. അത് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും നല്ല രീതിയിൽ ബാധിക്കുന്നു. രാഷ്ട്രീയം ഒരു സേവനമാണോ അതോ ജോലിയാണോ? അതൊരു സേവനമാണെങ്കിൽ പിന്നെ എന്തിനാണ് അവർക്ക് ശമ്പളവും പെൻഷനും നൽകുന്നത്? എയർപോർട്ടിൽ ബാഗേജിന് ഭാരം കൂടിയാൽ അവർ കൂടുതൽ ചാർജ് ഈടാക്കുന്നു. അതേപോലെ ഫ്ലൈറ്റ് വൈകിയാൽ ഓരോ മണിക്കൂറിനും യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകണം. പെൻഷൻ, റേഷൻ, അങ്ങനെ എല്ലാം ജനങ്ങൾക്ക് കിട്ടുന്നതിനായി ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യണം. അത് എന്തുകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ മാത്രം ഫിംഗർ പ്രിന്റ് ഇല്ല? ഫിംഗർ പ്രിന്റ് വന്നാൽ കള്ളവോട്ടുകൾ മുതൽ പലരും ഇല്ലാതാകും. മന്ത്ലി റീചാർജ് എന്ന് പറഞ്ഞിട്ട് 28 ഡേയ്സ് മാത്രമാണ് കമ്പനികൾ കൊടുക്കുന്നത്. ഇത് ജനങ്ങളെ ചതിക്കുന്നതല്ലേ? പാലിൽ യൂറിയ, ഐസ്ക്രീമിൽ ഡിറ്റർജന്റ്, ജനങ്ങളുടെ ഹെൽത്ത് ആരാണ് സംരക്ഷിക്കുന്നത്? വോട്ട് ചെയ്ത ആളുടെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ അയാളെ റിമൂവ് ചെയ്യാനുള്ള അധികാരവും ജനങ്ങൾക്ക് വേണ്ടേ? ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് മനസ്സിലായത്. നിങ്ങൾക്കറിയാവുന്നത് താഴെ കമന്റ് ചെയ്ത് അറിയിക്കാം. ഈ ചോദ്യങ്ങളൊക്കെ ഇന്ത്യയിലെ ഓരോ പൗരനും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചോദ്യങ്ങളായിരിക്കാം. ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രം മതിയോ? ഇതൊക്കെ നടപ്പിലാകുമോ? ഇതിനൊക്കെ ഉത്തരം പറയാൻ ഭരണാധികാരികൾ തയ്യാറാകും.